ഇപ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന ആളുകൾ, അത് കേൾക്കുന്ന ലിസണേഴ്സും എല്ലാവരും നമ്മൾ പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ആണ് ജീവിക്കുന്നത്. ശരിയല്ലേ? ഇന്നലെ കഴിഞ്ഞു പോയ സങ്കടങ്ങളിൽ അല്ലെങ്കിൽ പണ്ട് മുതലേ നമ്മളെ ലൈഫിൽ നടന്ന ഒരുപാട് വിഷമിക്കുന്ന കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കുന്നത്. മറ്റു ചിലർ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാകും, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടുമോ, ഞാൻ ആഗ്രഹിച്ച കരിയറിൽ എനിക്ക് എത്താൻ കഴിയുമോ, അല്ലെങ്കിൽ ആഗ്രഹിച്ച ലൈഫ് പാർട്ണർ എൻ്റെ ലൈഫിൽ വരുമോ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, എനിക്ക് പെട്ടെന്ന് അസുഖം വരുമോ, അല്ലെങ്കിൽ തൊട്ടടുത്ത് ചിലപ്പം നമ്മൾ സെയിം ഏജിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, എൻ്റെ ഏജിലുള്ള ആ ഒരാൾക്ക് ഇങ്ങനെ പറ്റി, അപ്പോൾ എനിക്കും പറ്റുമോ, എനിക്ക് പേരൻസിനെ നോക്കാൻ കഴിയുമോ, അല്ലെ എൻ്റെ ലൈഫ് പാർട്ണർ എന്നെ ഒഴിവാക്കി പോവോ, ഇങ്ങനെയുള്ള ഒരുപാട് വേണ്ടാത്ത ചിന്തകളിലൂടെയാണ് നമ്മളെ പ്രസൻറ്റ് ലൈഫ് നമ്മൾ കൊണ്ടുപോകുന്നത്. എത്ര പേര് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ? കാണുന്ന ആൾക്കാരിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് റീൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ ഒരു മോട്ടിവേഷൻ വീഡിയോസ് ശരിക്കും നമ്മൾ ഓവറായി കണ്ട് ആൾക്കാർ ഡിപ്രഷനിലോട്ട് പോവുകയാണ്. കാരണം ആ മോട്ടിവേഷൻ കാണുന്ന സമയത്ത് ഓക്കെ, നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് വരും. നാളെ തൊട്ട് ഞാൻ അങ്ങനെയാവും, ഞാൻ ആക്ഷൻ എടുത്തു തുടങ്ങും, എനിക്ക് ഇങ്ങനെയുള്ള റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വ്യക്തിയെ പോലെ ആകാൻ കഴിയും എന്നുള്ള ചിന്തകൾ നമുക്ക് വരും. പക്ഷെ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ പഴയ ആൾ തന്നെ ആയിട്ടുണ്ടാവും. ഈ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു സോഡ ബോട്ടിൽ അല്ലെങ്കിൽ ബിയർ ക്യാൻ പോലെയാണ്. അത് പൊട്ടിച്ചു കഴിയുമ്പം ജസ്റ്റ് പോപ്പപ്പ് ആവും, അതുപോലെ തന്നെ താഴുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ടെമ്പററി ആയിട്ട് നമ്മളൊരു പ്രോബ്ലത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ? ഈ ഒരു മോട്ടിവേഷൻ, ഈ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് പെർമനൻ്റ് ആയിട്ട് വേണം. അതായത് മറ്റുള്ള ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവണം. എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ തന്നെ നമ്മളെ ജീവിതത്തിൽ പകുതി പ്രശ്നങ്ങളും സോൾവ് ആവും. കാരണം ഈ ഒരു പ്രസൻറ്റ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ ഒരു 80% 90% ആൾക്കാരും വിക്ടിംസാണ്. വിക്ടിംസ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെയായി, അല്ലെ പണ്ടിങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇങ്ങനെയായി, അല്ലെങ്കിൽ ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുത്തുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെയായി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് സിറ്റുവേഷൻ ഫേസ് ചെയ്തതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ. അതായത് നമ്മൾ ലൈഫിലുണ്ടാവുന്ന സിറ്റുവേഷൻസൊക്കെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാം, അവർ കാരണമാണ്, ഇവർ കാരണമാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് കാരണമാണ്. ഇതാണ് വിക്ടിം മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഒരു 90% ആൾക്കാർ, 80 to 90% ആൾക്കാരും ഈ വിക്ടിം മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. ഈ വിക്ടിം മൈൻഡ് സെറ്റുള്ള ആൾക്കാർ എന്താണ്? അവർക്ക് ഭയങ്കര പേടിയായിരിക്കും, ആങ്സൈറ്റി ആയിരിക്കും, ഒരു പ്രോബ്ലം അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, കോൺഫിഡൻസ് കുറവായിരിക്കും, ഓവർ തിങ്കിങ് ആയിരിക്കും, എപ്പോഴും ടെൻഷനായിരിക്കും. ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പം തന്നെ ഒരു ബ്ലാക്ക് ഔട്ട് ആവുക, സ്റ്റക്ക് ആവുക, ഇങ്ങനെയുള്ള ഫീലിങ്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ചുറ്റുമുള്ളവരെയും അവർ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവർ ഓൾറെഡി വൈബ്രേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ഫ്രീക്വൻസിയിലാണ്. ചുറ്റുമുള്ളവരെ അവർ തളർത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറാൻ കഴിയും. എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന എത്രയോ ആൾക്കാർ എന്ന് 100% എല്ലാവരും വിക്ടിം മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. വിക്ടിം മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. കരിയറിൽ നമ്മൾ ആഗ്രഹിച്ച നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണം എന്നില്ല. റിലേഷൻഷിപ്പിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മളെ ലൈഫ് പോകണമെന്നില്ല. പാർട്ട്ണറുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ, ഫ്രണ്ട്സുമായിട്ട് പ്രശ്നങ്ങൾ, ടോക്സിക് റിലേഷൻഷിപ്പ് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രണ്ട്സ് നമ്മൾ അത്രയും വിശ്വസിച്ച് കൂടെ നിർത്തിയിട്ടുള്ള ഫ്രണ്ട് ചിലപ്പോൾ ഒരു ദിവസം നമ്മളെ ചീറ്റ് ചെയ്ത് പോകും. അത് ചിലപ്പോൾ നമ്മൾ സ്കൂൾ ടൈം തൊട്ട് കോളേജ് ടൈം തൊട്ട് ആ ഒരു പാറ്റേണിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മളെ കരിയറിൽ നമുക്ക് എവിടെയും എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, പുതിയ പുതിയ കോഴ്സുകൾ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും.
അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നും പൂർത്തിയാക്കാൻ പറ്റില്ല. ഇപ്പോൾ ബിസിനസ് രീതിയിലാണ് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ സക്സസ് ആവണം. പക്ഷേ ആ ആ ഒരു മോട്ടിവേഷൻ ഇന്നർ, അതായത് സോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ അവരും ഇവരും പിന്നെ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് ചെയ്യണം എന്നുള്ള ബോറോഡ് വാല്യൂ, ആർട്ടിഫിഷ്യൽ വാല്യൂ ആണ്, അത് റിയൽ വാല്യൂ അല്ല. ചില ദിവസം നമുക്ക് തോന്നും ഓക്കെ ഇന്ന ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ കരിയർ. അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ, ഒരു ക്ലാരിറ്റി ഇല്ല, എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ല, കോൺസെൻട്രേഷൻ ഇല്ല, ഫോക്കസ് ഇല്ല, ഓവർ തിങ്കിങ് ആണ്, ഉറക്കം കിട്ടുന്നില്ല, അത് ഹെൽത്തിനെ ബാധിക്കുന്നു, എപ്പോഴും ബോഡി പെയിൻ ആണ്, ഹെഡ് ഏക്ക് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന വർഷങ്ങളും ഇതേ രീതിയിലായിരിക്കും. കാരണം നമ്മൾ ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നില്ല. നമ്മളെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ 1 year ആയിട്ടോ 6 months ആയിട്ടോ ചിന്തിച്ചതിൻ്റെ എൻഡ് റിസൾട്ടാണ്. അതും ആർക്കും അറിയില്ല. നമ്മൾ എന്തൊക്കെയാണോ മൈൻഡിൽ ഫീഡ് ചെയ്യുന്നത്, എന്തൊക്കെ തോട്ട്സ് ആണോ നമ്മൾ ഫീഡ് ചെയ്യുന്നത്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ഇപ്പം നമ്മളെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സിറ്റുവേഷൻസും, എല്ലാ സാഹചര്യങ്ങളും. അപ്പോൾ നമ്മളെ ലൈഫിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മളിൽ ഒരുപാട് മാറ്റം വരാനുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വേർഡ് ഓവർ യൂസ്ഡ് ആണിപ്പോൾ. എന്താണ് മാനിഫെസ്റ്റേഷൻ? നെഗറ്റീവായിട്ട് നടക്കും, പോസിറ്റീവായിട്ട് മാത്രമല്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക, 24 hours കൊണ്ട് ലൈഫ് പാർട്ട്ണറെ മാനിഫെസ്റ്റ് ചെയ്യുക, 24 hours കൊണ്ട് 1 lakh മാനിഫെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എത്ര പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്? റിസൾട്ട് കിട്ടില്ല. കാരണം നമ്മൾ ഈ വിക്ടിം മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആദ്യം നമ്മളെ മാനിഫെസ്റ്റേഷനിലേക്ക് പാകപ്പെടുത്തിയെടുക്കണം. ആ രീതിയിലേക്ക് നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുക, നിങ്ങളെ ഡിസേർവിങ് ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഡിസേർവിങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ലൈഫിൽ നിന്നും ഒരുപാട് ടെക്നിക്കിലൂടെ, ഒരുപാട് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫ് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് നോളജൊക്കെ ഒരുപാട് കിട്ടും. ഇപ്പം ഓവർ നോളജാണ്. എങ്ങനെ? റീൽസിലൂടെ കിട്ടും, പോഡ്കാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ കിട്ടും, യൂട്യൂബ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കിട്ടും, ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഒരുപാട് നോളജ് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇന്ന പ്രോബ്ലം, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ആവാൻ പറ്റും എന്നുള്ള നോളജ് നമുക്ക് ഒരുപാട് കിട്ടും. എൻ്റെ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസ് പറയാറുണ്ട്, ദ സീക്രട്ട് എന്നുള്ള ബുക്ക് ഞാൻ 10 വർഷം മുന്നേ വായിച്ചതാ, എനിക്കിതിനെപ്പറ്റി എല്ലാം അറിയാം. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, അത് ഞാൻ വായിച്ചതാ, എനിക്കിതിനെപ്പറ്റി എല്ലാം അറിയാം, എല്ലാ നോളജും ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കും, എന്നിട്ട് നിങ്ങളെ ലൈഫ് മാറിയോ? ചേഞ്ച് ഉണ്ടോ? ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, അതില്ല. അപ്പം നമ്മൾ നോളജ് ഇങ്ങനെ കളക്ട് ചെയ്ത് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അതെന്ത് ചെയ്യുന്നില്ല? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. നോളജ് എപ്പോഴാണോ സ്കില്ലാക്കി മാറ്റുന്നത്, നോളജ് എപ്പോഴാണോ വിസ്ഡം ആവുന്നത്, അവിടെയാണ് നമ്മൾക്ക് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സക്സസ് എന്നുള്ള വേർഡൊന്നും യൂസ് ചെയ്യുന്നില്ല, മാറ്റം, ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോളജൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് എല്ലാം അറിയാം. നമ്മൾ റീൽസൊക്കെ ഒരുപാട് കാണും. നമ്മൾ ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ അത് ബാക്ക് ടു ബാക്ക് ആ സെയിം കോണ്ടൻറ്റ് തന്നെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് നോളജ് ഉണ്ട്, പക്ഷെ അത് സ്കില്ലാക്കാൻ നമുക്ക് ആർക്കും പറ്റുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് അത്യാവശ്യമായിട്ടുള്ളത്. കറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ ഇവിടെ എത്താൻ പറ്റും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങളെ ലൈഫ് മാറും എന്നുള്ള കറക്റ്റ് റോഡ് മാപ്പ് മാത്രം കൊടുക്കല്ല, അതിലൂടെ അക്കൗണ്ടബിലിറ്റിയാണ് നമുക്ക് ആർക്കും ഇല്ലാത്തത്. അതായത് നമുക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ, നമ്മളെ കൂടെ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിലൂടെ കൊടുക്കുന്നു. അത് 14 days നമ്മളോട് പ്രാക്ടീസ് ചെയ്യുന്നു ലൈവ് ക്ലാസ്സിൽ.
ഇപ്പോൾ ലൈവ് ക്ലാസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 14 ഡേയ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3 months എൻ്റെ കൂടെ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. റെക്കോർഡഡ് സെഷനും അവൈലബിൾ ആണ്. റെക്കോർഡഡ് സെഷൻ ശരിക്കും 3 months നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എപ്പോൾ ഡൗൺ ആവുന്നു അപ്പോൾ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾ ഡൗൺ ആവുമ്പോഴും നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ 1 year 2 year 3 year 5 year ഇതേ രീതിയിൽ പോവാണ്, ഒരു ചേഞ്ചും ഇല്ലാതെ. ഈ കാണുന്ന ആൾക്കാരിൽ തന്നെ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. നിങ്ങൾ നോക്കണം, ഞാൻ പറയുന്നത് ക്വാളിറ്റി വെച്ചിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് ജസ്റ്റ് നോക്കുക. അതായത് ഒരേ രീതിയിൽ ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, ഒരു മാറ്റവും വേണ്ട. മാറ്റത്തിനെ പേടിക്കുന്ന ആൾക്കാരുണ്ട്, അതായത് ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ സുഖിച്ച് പോവാം. ജോലി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ല. 20 വർഷമായിട്ട് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരേ രീതിയിലുള്ള റുട്ടീനിലേക്ക് കൂടെ പോവാം. അതിൽ നിന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് അവർ പേടിക്കും. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഫിയർ ഉണ്ടാക്കും ഉള്ളിൽ. പക്ഷെ അടുത്ത കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്തെങ്കിലും പുതിയതായി ചെയ്യണം, എനിക്ക് മാറണം, എനിക്കിങ്ങനെ പോരാ, എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവണം, ഞാൻ കുറച്ച് നല്ല കരിയർ ഡിസേർവ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ലൈഫ് ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള ക്ലാസ്സിലോട്ട് വരുന്നത്. ഇതുപോലുള്ള ക്ലാസ്സിലോട്ട് വരുന്ന അവർക്ക് ബേണിംഗ് ഡിസയറാണ്, ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ്, ചേഞ്ച് ചെയ്യണം, എനിക്ക് മാറണം എന്നുള്ള ആ ഒരു തോട്ട് അവർക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷെ അവർക്ക് മാറാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ക്ലാസ്സിൽ വരുന്ന സമയത്ത് കറക്റ്റ് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് അവരുടെ ബെസ്റ്റ് വേർഷനിലേക്ക് എത്താൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത കുട്ടിയാണ്. സൂയിസൈഡ് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സെയിലൊന്നും വന്നില്ല. അപ്പോൾ ഭയങ്കര ഡൗണായി, ഫൈനാൻഷ്യലി ഡൗണായി. അപ്പോൾ സൂയിസൈഡ് ചെയ്തു. അതിനുശേഷമാണ് ക്ലാസ്സിലോട്ട് വരുന്നത്. ക്ലാസ്സിൽ വന്ന് 3 ദിവസം കൊണ്ടാണ് ആ കുട്ടിക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ആ സക്സസ് സ്റ്റോറി ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫീഡ്ബാക്കിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം 4 മാസമായിട്ട് സംസാരിക്കാത്ത അമ്മ തിരിച്ചു വന്നു ലൈഫിൽ. കുറേ നമ്മൾ ടെക്നിക്കൊക്കെ ചെയ്തിട്ട് 4 മാസമായിട്ട് സംസാരിക്കാത്ത അമ്മ ഇവരെ കാണാൻ വേണ്ടി വന്നു. അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീൽ ചെയ്തതിന് ശേഷം ഷോപ്പിൽ സെയിൽ കൂടി. ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓക്കെ ആയി, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓക്കെ. അതായത് നമ്മൾ സെൽഫ് റിലേഷൻഷിപ്പ്, നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിലൂടെ തന്നെ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ കിട്ടും, സെൽഫ് കോൺഫിഡൻസ് കിട്ടും, മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം. ലൈഫിൽ ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ നല്ലത് മാത്രമേ വരുള്ളൂ. ഇപ്പം മോശം കാര്യം വന്നാലും അതിലൂടെ എനിക്ക് നല്ല കാര്യത്തിൽ എത്താൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പ്രോബ്ലംസ് വരാണ്ടൊന്നും ഇരിക്കില്ല, പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലംസിനെ ഏത് ആംഗിളിലൂടെ കാണണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നമ്മൾ ഡൗൺ ആവുന്നു, ഡീമോട്ടിവേറ്റഡ് ആവുന്നു, അതൊരു 10 പേരെ വിളിച്ചു പറയും അല്ലേ, അയ്യോ എനിക്കിങ്ങനെ പറ്റി, എന്ത് ചെയ്യും ഞാൻ, എൻ്റെ ലൈഫ് തകർന്നു, നമ്മളൊരു 10 പേരെ വിളിച്ചു പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ നിങ്ങൾ പറഞ്ഞ രീതിയിൽ അതേ രീതിയിൽ ഇമോഷൻ കൊടുത്ത് നിങ്ങളെപ്പറ്റി ചിന്തിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടി 10 മൈൻഡാണ് ഒരേ ടൈമിൽ ഒരേപോലെ ചിന്തിച്ച് ഒരേ എനർജി യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ സെയിം സിറ്റുവേഷൻ തന്നെ ബാക്ക് ടു ബാക്ക് നിങ്ങളെ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു വീഡിയോ ചെയ്തത് റെക്കോർഡഡ് സെഷനും ഇന്ന് അവൈലബിൾ ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ പേർക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പുറത്തൊക്കെയുള്ള ആൾക്കാർക്ക് ഡ്യൂട്ടി സ്കെഡ്യൂൾ കാരണം, തിരക്ക് കാരണം ലൈവിലോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഗോൾഡൻ ചാൻസ് ആണ്. 3 months വാലിഡിറ്റി ഉണ്ട്. ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഡെയിലി നിങ്ങൾ സെയിം ക്ലാസ് തന്നെ നിങ്ങൾ റിപ്പീറ്റഡായി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഓരോ ക്ലാസ് നിങ്ങൾക്ക് പിന്നെയും കാണുന്ന സമയത്ത് ഓരോ പുതിയൊരു റിയലൈസേഷൻ വരും, ഉറപ്പാണത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എവിടെയും വായിച്ചതോ കണ്ടതോ കേട്ടതോ അറിഞ്ഞതല്ല. ടെക്നിക്കുകളും പ്രാക്ടീസും ഒക്കെ ഇത് ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് മാറ്റം വരുത്തിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സ്റ്റുഡൻസിൽ ചെയ്യിപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ പുതിയ ടെക്നിക്ക് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ
എക്സ്പെരിമെൻ്റ് ചെയ്യും എൻ്റെ ലൈഫിൽ. എന്നിട്ട് സക്സസ് ആവുന്നുണ്ടോ നോക്കിയിട്ട് മാത്രമേ ഞാൻ ക്ലാസ്സിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാറുള്ളൂ. എത്രയോ സ്റ്റുഡൻസ് ഡിപ്രഷൻ്റെ മെഡിസിൻ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഒരുപാട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ട് മാറ്റമില്ലാതെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരുണ്ട്. കാരണം നമ്മൾക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ആദ്യം നമ്മൾ കൗൺസിലിങ്ങിനാണ് പോവുക അല്ലേ. കൗൺസിലിങ്ങിന് പോയി കഴിയുമ്പോൾ അവർ പ്രോബ്ലംസൊക്കെ പറയും. ഞാൻ കൗൺസിലിങ്ങിന് ആരെയും ഞാൻ തെറ്റ് പറയുന്നില്ല, അത് അവരുടെ ജോബാണ്, അതിൽ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞ കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് ഈ ഒരു പ്രാക്ടീസിലൂടെ, അതായത് നമ്മളെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് വേണ്ട ടൈം എന്ന് പറയുന്നത് 3 വീക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസിലൂടെ, ക്ലാസ്സിൽ 3 വീക്സ് പ്രാക്ടീസിലൂടെ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ അറിയാതെ റീപ്രോഗ്രാം ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് ലൈഫിൽ മാറ്റം വരുന്നു. അപ്പോൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ അവർ ഡിപ്രഷൻ്റെ മെഡിസിനിലോട്ടാണ് പോകുന്നത്. മെഡിസിൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടും, ഒന്നും ചെയ്യാൻ തോന്നില്ല, ലോ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കുറയും, എപ്പോഴും ഉറങ്ങാൻ തോന്നും, പിന്നെ സൂയിസൈഡൽ തോട്ട്സ് ആണ് വരിക, ക്യാൻസൽ. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ലൈഫ്, പിന്നെ ഈ രീതിയിലാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവുക. അതായത് നിങ്ങളുടെ ഏറ്റവും വേഴ്സ്റ്റ് വേർഷനിലേക്ക് നിങ്ങൾ എത്തും. അത് ഡിപ്രഷനിലോട്ട് വീണ്ടും പോയി നിങ്ങളുടെ ലൈഫ് തന്നെ സ്പോയിലാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു നിമിഷം തീരുമാനം മാറ്റുകയാണെങ്കിൽ നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുക, നിങ്ങളെ ചുറ്റുമുള്ളവർ മാറും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളെ ലൈഫ് പാർട്ട്ണർ മാറും, നിങ്ങളുടെ കുട്ടികൾ മാറും, നിങ്ങളെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളും മാറും, നിങ്ങളെ കൊളീഗ്സ് മാറും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു സ്റ്റുഡൻറ്റ് പറഞ്ഞത് അവർ 10-12 വർഷമായിട്ട് ഒമാനിലാണ്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് അത്ര രസചർച്ച ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്ലാസ്സിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പം അവർ ഈ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന രീതി മാറി, അപ്രോച്ച് ചെയ്യുന്ന രീതി മാറി. അപ്പോൾ നമ്മൾ എനർജിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി മാറും. ഇത് ഫിസിക്സ് ആണ്, സയൻസ് ആണ്. ഇത് മാത്രമാണ് ഇതൊരു മാജിക് ഒന്നുമല്ല, കംപ്ലീറ്റ്ലി പ്യുവർലി സയൻസ് ആണ്. അപ്പോൾ ക്ലാസ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ ഫീഡ്ബാക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കുക. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ ഉദ്ദേശം ഇതാണ്, ഈ വീഡിയോ കണ്ടിട്ട് ഒരു 10 പേരുടെ ലൈഫ് ചേഞ്ച് ആവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീരുമാനിക്കുക, ഈ ഒരു പോയിന്റിൽ എനിക്ക് മാറണോ അതോ ഇതേ അവസ്ഥയിൽ ഒരു 5 വർഷം 10 വർഷം ഇതേ അവസ്ഥയിൽ പോകണോ എന്നുള്ളത് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, താങ്ക് യു.